ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ 2 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ നാട്ടിൽ വരികയാണ്. ഇവിടുന്ന് ടൊറൻറ്റോയിൽ നിന്ന് നേരെ അബുദാബിയിൽ നിന്ന് നേരെ ബാംഗ്ലൂർ. അവിടെ നമ്മുടെ പയ്യന്മാരെത്തും. അവിടെ നിന്ന് നേരെ ട്രിപ്പ് ഓണാവുകയാണ്. എനിക്ക് തോന്നുന്നൊരു 4-5 വർഷം മുമ്പ് പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ്. നാളെ ഓണാകാൻ പോകുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഇതുവരെ ഇറങ്ങില്ല ഗൈസ്. എന്നെ പിക്ക് ചെയ്യാൻ വരുന്നവരിതേ ഇറങ്ങി. കണക്ഷൻ ഫ്ലൈറ്റ് അബുദാബി ടു ബാംഗ്ലൂർ. അയ്യോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇത് ബാംഗ്ലൂരാണ്. ഞാൻ ഇന്നലെ വന്നു, ഞങ്ങൾ കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറിയൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കല്യാണത്തിനൊക്കെ മുന്നേ ഒരു 2017 പ്ലാൻ ചെയ്തതാണ്. നമ്മൾ 4 പേരും കൂടെ ഒരുമിച്ച് ഒരു കാറിൽ പുളു മണാലി പോകുന്നു. പക്ഷെ അന്ന് നടന്നില്ല. അത് കഴിഞ്ഞിട്ട് കോവിഡ് വന്നു. പിന്നെ എന്തോന്ന് വെള്ളപ്പൊക്കം, അത് ഇത് ചപ്പ് ചവറൊക്കെ വന്നു. പിന്നെ എല്ലാവരും കല്യാണമൊക്കെ കഴിഞ്ഞ് ഒതുങ്ങി. പിന്നെ ഇവനെ കിട്ടാനേ ഇല്ലായിരുന്നു. ഇപ്പോഴാണ് കണ്ടു കിട്ടിയത്. എന്നെ പിക്ക് ചെയ്യുമ്പോൾ വരുമെന്ന് പറഞ്ഞപ്പോൾ പോലും ഞാൻ വിശ്വസിച്ചില്ല ഗൈസ്. പിന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തൊരു യാത്ര. അങ്ങനെ മസനഗുഡി വഴി ഊട്ടി, അങ്ങനെ കുറച്ച് ചെറിയൊരു യാത്ര. ഇതൊരു ബോയ്സ് ഓൺലി ട്രിപ്പാണ്. എന്ത് തോന്നുന്നു നിനക്ക് ഈ നിമിഷം സുഹൃത്തെ? നമ്മളത്തെ യാത്ര പറയാൻ വേണ്ടി എന്റെ ബ്ലോഗിൽ വരാം. ബ്ലാക്ക് അകത്ത് ഇങ്ങോട്ട് വയ്ക്കാം. അല്ലയാ, നമ്മൾ എന്തിനാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്? പെട്രോൾ അടിക്കാൻ. എന്താ പെട്രോൾ, ഡീസൽ. ഇത് CM നമ്മ തലൈവൻ ഓസിൻ, പെരിയ ബ്ലോഗർ. CM വണ്ടിയെ കുളിക്ക്. CM ഇത് നമ്മുടെ തിരുച്ചി തലൈവൻ. പണ്ട് പോട്ടെ, കാശ് ഒരു വിഷയം അല്ലാത്തതുകൊണ്ട് നമ്മൾ അടിച്ചു ഗൈസ്. 4000 സംതിങ് ഡോളറിനാണ് അടിച്ചത്. അല്ലെ, ഞാൻ കാനഡയിൽ നിന്നല്ലേ വന്നത്. എനിക്ക് ഡോളർ കണക്ക് ഗൈസ്. CM ஏதாவது சொல்லு. CM சொல்லு. அங்க உங்க தலைவன் இப்ப இந்த தமிழ்நாடு CM தானே? எப்படி நீ தானே சொல்லி கொடுத்த எப்படி ஜெயிக்கணும்னு? நல்லா இருக்கு. ഇത് റിയോൺ. ഞാൻ പരിചയപ്പെടുത്താൻ വന്നേ. ഇത് റിയോൺ. അങ്ങനെ നമ്മൾ മൈസൂർ പോകുന്ന യാത്രയിലാണ്. ഞാനും ഓസ്റ്റിനും ബാക്കിൽ, നമ്മുടെ റിയോണും ജോസിനും ഫ്രണ്ടിൽ. ജോസിനാണ് പട നയിക്കുന്നത്, പടനായകൻ. അങ്ങോട്ട് കയറ്റി വിടളിയാ, വെട്ടിച്ചെടുത്ത് പോയി 2 വണ്ടിയുടെ ഇടയിൽ. കണ്ടില്ലേ, സ്കില്ല് ഇപ്പം കാണിച്ചു തരും. ഈ എല്ലാ വണ്ടികളുടെ ഇടയിൽ ഗ്യാപ്പ് അടിച്ച് കയറി പോണ നോക്കോ. ചെറുക്കനൊരു ഗുമ്പും ബാക്കടി ജില്ലും ചാക്കടി മുതലാണ്. ഫൈനലി ഞങ്ങൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു കട കണ്ടുപിടിച്ചിരിക്കുകയാണ്. വെജ്. അളിയാ, ഇതെന്തോന്നാണ് ഇത്? കടയുടെ പേര്
ഹോട്ടൽ ദേവിക അങ്ങനെ വായിച്ചായി നിങ്ങളെല്ലാരും. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു. ചേട്ടൻ ഫിസിലടിക്കുന്നു. ഇതാണ് കട ഗൈസ്. ഇത് മസിൽ വിട്ട് നട കളിയാ. മസിലാ? ആ അളിയ മുടി നിറച്ചളിയാ. ഗൈസ് ഇവന്മാരെ വെച്ച് നോക്കുമ്പോ അയ്യോ വാഷ്റൂം ആയിപ്പോയി. അല്ലെ പൈപ്പിനൊന്നും ഒരു വൃത്തിയില്ല കേട്ടോ. ഞാൻ ഇടത്തേക്ക് എന്തിനാണ് കഴിയുന്നത്? നാല് വട. എന്തോന്ന് പറഞ്ഞ ചേച്ചി? ആ അത് ന്യായം. ഓർക്കൊക്കെ വെച്ച് കഴിക്കണുണ്ട് അറിയുന്നുണ്ട്. അളിയ എങ്ങനെയുണ്ട് വട? ബുദ്ധിയുള്ളവനെ വട എങ്ങനെയുണ്ട്? പ്രമാദം. എങ്ങനെയുണ്ട് അളിയ? അങ്ങോട്ട് വായിൽ വച്ചിട്ട് പറ. ഇങ്ങോട്ട് നോക്കിനി എങ്ങനെയുണ്ട് അളിയ? വട എങ്ങനെയുണ്ട്? ഇത് വട. ഇത് പ്രൊഡക്റ്റീവായിട്ട് ചിന്തിക്കുന്ന എൻ്റെ കൂട്ടുകാരനാണ് കേട്ടോ. ഇത് വട ശരിയാ. വട കൊള്ളാം. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ദോശയാണ്. ഇവൻ ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഫോർക്കും സ്പൂണും ഉപയോഗിച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ കഴിച്ചിട്ട് വരാം. ആദ്യത്തെ ചായ 2 കൊല്ലം കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ട് സൂപ്പർ. നമ്മൾ 4 ദോശ 4 വട 4 ചായ 1000 രൂപ പോയി. നാട്ടിലൊക്കെ ഇപ്പം ഭയങ്കര വിലയാണ് കേട്ടോ. അളിയ 1000 രൂപയ്ക്കുള്ള ഫുഡ് ഉണ്ടായിരുന്നു അളിയ? സാമ്പാർ കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. നിനക്കോ 1000 രൂപയ്ക്ക് ടേസ്റ്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അളിയ. ഇതാണ് നമ്മളെ പ്രൊഡക്റ്റീവായിട്ട് ചിന്തിക്കുന്ന എൻ്റെ കൂട്ടുകാരൻ. ഇതൊക്കെയാണ് നമ്മൾ മിസ് ചെയ്ത പരിപാടീസ്. ഉണ്ടോ? ഒരു ബൈക്കിൽ 3 പേര്, അമ്മച്ചി, ആൻറ്റി, അങ്കിൾ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ പയാന മ്യൂസിയം പൊളിയാണ്. ലെറ്റ്സ് ഗോ. ഇത് നമ്മളെ ട്രിവാൻഡ്രത്തെ സബ്സ്ക്രൈബേഴ്സാണ്. ഇവിടെ വെച്ച് കണ്ടപ്പോഴത്തേക്ക് അവർ നമ്മളടുത്ത് ചോദിച്ചൊരു ഫോട്ടോ എടുത്ത് കൊടുക്കുമെന്ന്. പിന്നെ നമ്മുടെ പയ്യനത്തെ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കുകയാണ്. എന്ത് ചെയ്യാനാണ് എൻ്റെ ഫാൻസ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ പയാമ മ്യൂസിയത്തിലെത്തി. പയാമ മ്യൂസിയത്തെ പറ്റി പറയുകയാണെങ്കിൽ പയാന മ്യൂസിയത്തെ പറ്റി പറയുകയാണെങ്കിൽ വാഹനങ്ങളെ പ്രണയിക്കുന്നവർക്ക് എന്നും ഒരു സ്വപ്ന ഡെസ്റ്റിനേഷനായ നമ്മളെത്തിയത്. ഇനി നമുക്ക് അകത്ത് പോയിട്ട് നോക്കാം അവിടെ ഏതൊക്കെ വണ്ടിയാണുള്ളതെന്ന്. പുറത്തുനിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും പയാനെന്ന് എഴുതിയിട്ട് അതിന്റെ നടുക്ക് കണ്ടു ഒരു കാളവണ്ടി നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതെന്തോന്നാണ്? അത് പോത്താണ്. അയ്യോ, ഒരു കാളയും ഒരു കാളവണ്ടി. ഇവിടെ ഒരു മൊട്ടൻ കഫറ്റീരിയ ഉണ്ട് കേട്ടോ വരുന്നവർക്ക്. അതിന്റെ ഓണർ എന്ന് പറയുന്നത് എന്റെ ജിൻജിൻലാക്രിയായ ജോസൂട്ടി. നോക്കൂ, ഇതിലോട്ട് നോക്കൂ. ആദ്യം നമ്മൾ ക്യൂ നിന്ന് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. ഒരു ടിക്കറ്റ് 75 രൂപ, 75 ഇന്ത്യൻ റുപ്പി. ഇന്ന് ഇവിടെ ഭയങ്കര ക്യൂ ആണ് കേട്ടോ. ഭയങ്കര തിരക്ക്. കയറി വരുമ്പോൾ തന്നെ
ആദ്യമായിട്ട് കോണ്ടസ് മേടിക്കണമെന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച വാഹനം കോണ്ടസ്. അത്ര എനിക്ക് ഇഷ്ടമാണ്. ഇതുപോലൊരു വണ്ടി, കുറച്ച് ഫ്രണ്ട്സ്, ലൈഫ് ജിങ്കലല്ല. പക്ഷെ കുറച്ച് സാധനങ്ങളൊക്കെ വേണം കേട്ടോ. AC വേണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വേണം വണ്ടിയിൽ. വൻ പൊളിയല്ലേ വണ്ടി കാണാൻ തന്നെ. ചിക്ക ബാബ. മ്യൂസിയം ഫുള്ള് കണ്ടിട്ട് ഇറങ്ങി. അത് എങ്ങനെയുണ്ടായിരുന്നു? നൈസ് എക്സ്പീരിയൻസ്. വൺ ടൈം വാച്ചബിൾ ആണല്ലേ? ടൈം എല്ലാവരും വന്ന് കാണണം. മസ്റ്റ് വാച്ചാണ്. നിങ്ങൾക്കുള്ള കൊണ്ട് വരാൻ പറ്റുമെങ്കിൽ ഒരു വട്ടമെങ്കിലും വന്ന് കാണണം. അത്രയും ഭയങ്കര ഭീമാകാരമായ കളക്ഷനാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും കാർ കളക്ഷനുള്ളൊരു മ്യൂസിയം വിസിറ്റ് ചെയ്യുന്നത്. സോ വിഷയം ബ്രാൻഡസ് ഉണ്ട്, ഇന്ത്യയിലുള്ളതും ഇന്ത്യക്ക് പുറത്തുള്ളതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ബ്രാൻഡിൻ്റെ. അതും കീപ്പ് ചെയ്തിരിക്കുന്ന ഭയങ്കര ക്ലാസിക്കായിട്ട്, ഭയങ്കര നൈസായിട്ട് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ കീപ്പ് ചെയ്തത്. ക്ലാസിക് കാറിന് അതിൻ്റേതായ ക്വാളിറ്റി, വിൻറ്റേജ് ആണെങ്കിൽ വിൻറ്റേജിൻ്റെ രീതിയിൽ, മസിലാണെങ്കിൽ മസിലിൻ്റെ രീതിയിൽ, പിന്നെ ഇന്ത്യൻ ബ്രാൻഡ്സും ഉണ്ട്. എൻ്റെ ഏറ്റവും ഓൾ ടൈം ഫേവറേറ്റ് എന്ന് പറയുമ്പോൾ കോണ്ടസയും. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്തിട്ടുള്ള ഒരു പെട്രോൾ കോണ്ടസയും എനിക്ക് കാണാൻ പറ്റി. ഐ ആം സോ ഹാപ്പി. ഇനി നമ്മളെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഉച്ചത്തെ ഫുഡ് എന്ന് പറയുമ്പോൾ മട്ടൺ ബിരിയാണി, ലൈം ജ്യൂസ് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാം. ഫുഡ് മട്ടൺ ബിരിയാണി കൊള്ളത്തില്ലായിരുന്നു. നമ്മുടെ എന്തോന്നല്ലേ ചിക്കൻ എന്തോ നമ്മൾ ഓർഡർ ചെയ്ത തന്തൂരി, അത് കൊള്ളായിരുന്നു. മട്ടൺ ബിരിയാണി ഫ്ലോപ്പായിപ്പോയി. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെയും യാത്ര തുടരുകയാണ്. സുഖാണോ മുത്തേ? ഗ്രേറ്റ് ആയിരിക്കും കണക്കാട്ടാ. ഇത്തിരി എല്ലാവരും ആക്ടിങ് നിർത്തിയിരിക്കണം. കൊമ്പ ഇമ്പ ഇമ്പ ഇമ്പ. വഴിയിൽ കണ്ടതാണ് കേട്ടോ ഒരു വണ്ടി മൊത്തം ഫുള്ള് കത്തി. ഇയോണാണ് ഫുള്ള് കത്തി കിടക്കുന്നത്. എന്ത് ഭംഗിയല്ലേ കാണാൻ, സൗന്ദര്യം അത് മയിലിന് തന്നെ. എൻ്റെ ആളിയാ അതിൻ്റെ അളിയാളി ഞാൻ ഒന്ന് നിർത്തുന്ന പിടിച്ചേരാടേ. ഇറങ്ങിയ 10,000 രൂപയാണല്ലേ? ഓ അളിയാ, സാധനം ഒരു അഴക് തന്നെ അളിയാ, അഴക്. ഹലോ 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 ക്യൂട്ടി, ഇഷ്ടായോ? വീട്ടിൽ വരുന്നോ? ഫോണടിക്കാൻ മിണ്ടായിരടാ. അങ്ങനെ നമ്മൾ ആനേനെയും പുലീനെയും കടുവേനെയും കുരങ്ങനെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ചായക്കടയിൽ വന്നു. ഗൈസ് ഇതെന്താ പറയാ, മുളക് ബജിയാ? മുളക് ബജി, പഴംപൊരി, മുളക് ബജി വേണ്ട, എരി. അങ്ങനെ നമ്മൾ ചായ കുടിയെല്ലാം കഴിഞ്ഞ് അടുത്ത യാത്ര തുടങ്ങുകയാണ്. നമ്മളിപ്പം കൂനൂർ റെയിൽവേ സ്റ്റേഷനിലാണ്.
ഊട്ടി ഫുള്ള് സീനറി കാണിക്കുന്ന ഒരു ട്രെയിനാണിത്. നൈസാണ്. ഊട്ടിയുടെ കുറച്ച് വ്യൂവും ഒക്കെ കാണാം. കുറച്ച് സിനിമയിലൊക്കെ ഉണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഊട്ടിയിലെ ടോപ്പ് വ്യൂ കണ്ടുകൊണ്ടാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് നേരെ നമ്മൾ വീട്ടിലോട്ടാണ്. ബൈ. കേൾ 01 സ്വാമി ആർക്കും തെരിയാതെ മച്ചാ.